കടുത്ത ഫൗളുകൾ, നെഞ്ചിൽ പേറിയ വാർ റിവ്യൂകൾ, ഒടുവിൽ പരിക്കേറ്റ് കളം വിടേണ്ടി വന്ന ലാസ്റ്റ് മിനിറ്റുകൾ, ഫ്രഞ്ച് ആരാധകരെ മുഴുവൻ കണ്ണിലാഴ്ത്തിയ ആ നിമിഷങ്ങൾ. ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇന്നലെ നടന്ന മൊറോക്കോ ഫ്രാൻസ് മത്സരത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ട്വിസ്റ്റും ടേണും, ഒടുവിൽ ആംഗിൾ ഇഞ്ചുറിയും, പക്ഷേ കളി ഫ്രാൻസ് അങ്ങ് തൂക്കി. 2026 വേൾഡ് കപ്പ് ക്വാർട്ടറിൽ മൊറോക്കോയെ തകർത്ത് വിട്ട് ഫ്രാൻസ് സെമിയിൽ മാർച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരൊറ്റ പേരേ ഉണ്ടായിരുന്നുള്ളൂ, കിലിയൻ എംബാപ്പെ. വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെ 2-0 തകർത്ത് വിട്ട് ഫ്രാൻസ് സെമി ഫൈനൽ കടന്നിരിക്കുകയാണ്. എടുത്തു പറയേണ്ടത് കിലിയൻ എംബാപ്പയുടെ പെർഫോമൻസ് തന്നെയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ കളം നിറഞ്ഞു കളിച്ച മാച്ചായിരുന്നു ഇത്. പക്ഷേ കളിയിൽ വമ്പൻ ഡ്രാമകളാണ് നടന്നത്. മാച്ചിൻ്റെ 28-ാം മിനിറ്റിൽ എംബാപ്പയെ ബോക്സിൽ വീഴ്ത്തിയതിന് ഫ്രാൻസിന് ഒരു പെനാൽറ്റി കിട്ടി. 3 മിനിറ്റുകളോളം നീണ്ട വല്ലാത്തൊരു വാർഷികത്തിന് ശേഷമാണ് ഈ പെനാൽറ്റി എടുത്തത്. പക്ഷേ നിർഭാഗ്യവശാൽ ക്യാപ്റ്റൻ എംബാപ്പയുടെ കിക്ക് മൊറോക്കൻ ഗോളി ബോണോ തട്ടിയകറ്റി. എംബാപ്പയുടെ വേൾഡ് കപ്പ് കരിയറിൽ ആദ്യത്തെ ഇൻ ഗോൾ പെനാൽറ്റി ആയിരിക്കും മിസ്സായി. പക്ഷേ ഒരു മിസ് കൊണ്ട് തളരുന്നതിനായിരുന്നില്ല എംബാപ്പെ. രണ്ടാം പകുതിയിൽ താരം കളി അങ്ങ് തൂക്കി. 60-ാം മിനിറ്റിൽ മൊറോക്കൻ ഡിഫൻസിനെ കീറി മുറിച്ച് ബോക്സിലേക്ക് കയറി എംബാപ്പയുടെ ഒരു വെട്ടിയുണ്ട പോലെ ഒരു ഷോട്ടിലൂടെ ഫ്രാൻസിന്റെ ആദ്യ ഗോൾ നേടി. ആ ഗോളിന്റെ ആവേശം അടങ്ങും മുമ്പ് തന്നെ 66-ാം മിനിറ്റിൽ ഉസ്മാൻ ഡെംബലെ രണ്ടാമത്തെ ഗോൾ നേടി. രണ്ടാമത്തെ ഗോളിന് അസിസ്റ്റ് നൽകിയതും ഇതേ എംബാപ്പെ തന്നെയായിരുന്നു. എന്നാൽ കളി അവസാനിക്കുമ്പോൾ ഫ്രഞ്ച് ആരാധകരെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയ ഒരു സംഭവം നടന്നു. മൊറോക്കൻ താരം ഈസ ദിയോവിന്റെ കടുത്ത ഒരു ഫൗളിൽ എംബാപ്പയുടെ ആംഗിളിന് പരിക്കേറ്റു. വേദന കൊണ്ട് താരം കിടന്നു ഉരുളുകയായിരുന്നു. ഒടുവിൽ കളി തീരാൻ കുറച്ച് മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോൾ, അതായിരുന്നു 77-ാം മിനിറ്റിൽ എംബാപ്പെ കളം വിടുകയാണ്. പക്ഷേ ഫ്രഞ്ച് ആരാധകർക്ക് ഇപ്പോൾ ആശ്വസിക്കാം. മാച്ചിന് ശേഷം തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും ആംഗിളിന് ചെറിയൊരു തട്ട് മാത്രമാണ് ഇതൊന്നും എംബാപ്പെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഗോളോടെ 8 ഗോളുകളുമായി ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ പദവി മെസ്സിക്കൊപ്പമാണ് ഇപ്പോൾ എംബാപ്പെ. ഈ ഫോമിൽ പോയാൽ ഫ്രാൻസിനെ തടയാൻ ഇനി ആർക്കെങ്കിലും പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.